കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയ ഡോക്ടർ KV പ്രീതിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തൽ. ഡോക്ടർ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് ഡോക്ടർ പ്രീതി ഒന്നും എഴുതിയില്ല. തനിക്കൊപ്പം മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന പ്രീതിയുടെ മൊഴി കളവാണെന്നും കണ്ടെത്തൽ. ഡോക്ടർ KV പ്രീതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് അതിജീവിത പ്രതികരിച്ചു. വിവരങ്ങളുമായി രാഹുൽ സുരേഷ്. രാഹുൽ, അപ്പോൾ ഒരു മടിയുമില്ലാതെ ഈ അതിജീവിത ഉപദ്രവിച്ച ആൾക്കൊപ്പം ആ ഡോക്ടർ നിന്നു. അയാൾ കോശാനപാട് റിപ്പോർട്ട് എഴുതിയെന്ന അതിജീവിത ആരോപണം ശരിവെക്കുകയാണ് കണ്ടെത്തൽ. തീർച്ചയായിട്ടും ഹാഷ്മി, കോഴിക്കോട് ICU പീഡനവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. നർക്കോട്ടിക് സെൽ ACP ആയിട്ടുള്ള TP ജേക്കബ് ആണ് ഉത്തരമേഖല IG K സേതുരാമന് പുനരന്വേഷണ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. ഈ അന്വേഷണ റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഡോക്ടർ KV പ്രീതിക്ക് മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഡോക്ടറുടെ മൊഴി ഡോക്ടറുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് ഡോക്ടർ KV പ്രീതി ഒന്നും എഴുതിയിട്ടില്ല. മാത്രമല്ല, തനിക്കൊപ്പം മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന പ്രീതിയുടെ മൊഴി കളവാണെന്നും ഈ പുനരന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഈ അതിജീവിതക്കെതിരായിരുന്നു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. തുടർന്നാണ് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരമേഖല IGയോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഉത്തരമേഖല IG ആയ K സേതുരാമനാണ് ഇതുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം നടത്താൻ നർക്കോട്ടിക് സെൽ ACP ആയിട്ടുള്ള TP ജേക്കബിനോട് നിർദ്ദേശം നൽകുകയും ചെയ്തത്. എന്നാണെങ്കിൽ ഈ ഘട്ടത്തിൽ അതിജീവിതയുടെ പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് സത്യം ജയിച്ചു എന്നാണ് അതിജീവിത ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇനി ആവശ്യം ഈ ഡോക്ടർ KV പ്രീതിക്കെതിരായ നടപടിയാണ്. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്തെഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ അതിജീവിതക്കെതിരെ ഒരു സംവിധാനം നിന്നു എന്ന് മാത്രമല്ല, ഒരു ഡോക്ടർ, പ്രധാനപ്പെട്ട ഡോക്ടർ അവർക്കെതിരെ നിന്നു എന്ന് പറഞ്ഞാൽ ലൈംഗികാതിക്രമം നടത്തിയ ആൾക്ക് അനുകൂലമായി ഈ രേഖ എഴുതി. അത് മാത്രമല്ല, അതിജീവിതയ്ക്കൊപ്പം നിന്നൊരു നഴ്സിനെ സ്ഥലം മാറ്റലും പിന്നീട് കോടതിയിലേക്ക് പോകാനൊക്കെ നമ്മൾ കണ്ടതല്ലേ. കഷ്ടമാണ്. അതിജീവിതയുടെ പ്രതികരണം കേൾക്കാം. എന്തുകൊണ്ടാണ് അവർ സത്യം മൂടി വെച്ചതെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് തന്നെ നാണക്കേട് ആയതുകൊണ്ടാവാം അപ്പം ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു പുനരന്വേഷണത്തിന് മുതിർന്നു. അതിൽ സത്യസന്ധമായ ഒരു റിപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എപ്പോഴായാലും നമുക്ക് സത്യം പുറത്ത് വരുമെന്നുള്ള അതിൻ്റെ തെളിവാണിത്. എനിക്ക് കിട്ടേണ്ട നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എവിടെയും പരാതി കൊടുത്തിട്ടുള്ളത്. അത് ഇനിയും തുടരും. ഈ